Hello everyone, welcome back. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റൈത്തയുടെ റെസിപ്പി ആയിട്ടാണ്. അല്ലെങ്കിൽ ഏതൊരു ബിരിയാണിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി സാലഡ് റെസിപ്പിയാണ്. ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം കുക്കമ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. കുറച്ച് കട്ടിയുള്ള തൈര് എടുക്കാം. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ആ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉപ്പും ഒക്കെ എല്ലാ ഇതിലേക്കും പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ട തൈരാണ്. ഈ ഒരു സാലഡിലേക്ക് കട്ട തൈരാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നല്ലോണം കട്ടിയായിട്ടുള്ള തൈര് എടുക്കുക. തൈര് എടുത്തതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ബിരിയാണിയുടെ കൂടെ നമുക്കിതൊരു കോമ്പിനേഷനായിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സാലഡ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.